വി എസ് രഞ്ജിത്ത്, ഇതിൽ പലരെയും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അടക്കമുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ തിടുക്കപ്പെട്ട് മാറ്റി. അതിലിപ്പോൾ വിശ്വനാഥന്റെ മകൻ സംസാരിച്ചത് നമ്മൾ കേട്ടു. മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ വെന്റിലേറ്ററിൽ ഒരു ദിവസം കിടത്തുന്നതിന് 50,000 രൂപയാണ്. അത് തങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പ് സർക്കാരിന്റെയോ മെഡിക്കൽ കോളേജിന്റെയോ ഭാഗത്ത് നിന്ന് വിശ്വനാഥനടക്കമുള്ള രോഗികൾക്ക് അവരുടെ ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലാണ്. നേരത്തെ വിശ്വനാഥിൻ്റെ മകൻ വിഷ്ണു സംസാരിച്ചത് എന്നോടായിരുന്നു. വിഷ്ണു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയായിരുന്നു. സ്ട്രോക്ക് വന്നാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. വെന്റിലേറ്ററിൽ തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ പുക വരുന്നത്. അവിടെ നിന്ന് ഈ ബന്ധുക്കളോട് പറയാതെയാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. 8 പേരെ മാറ്റിയിരുന്നു. അതിൽ ഒരാൾക്ക് മാത്രമാണ് വെന്റിലേറ്റർ സപ്പോർട്ട് ആവശ്യമുണ്ടായിരുന്നത്. അങ്ങനെ ഡോക്ടർമാർ അവരുടെ നിർദ്ദേശപ്രകാരം വെന്റിലേറ്ററിലേക്ക് മാറ്റി. പക്ഷേ ഇപ്പോൾ അവർ ഫീസ് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ മാത്രമല്ല, നേരത്തെയും പറഞ്ഞിരുന്നത് സാധാരണ രോഗിയെ റിസീവ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അതായത് ഫീസ് അടച്ച് ചികിത്സിക്കാവുന്ന സംവിധാനത്തിൽ മാത്രമാണ് റിസീവ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാവുമ്പോൾ ഈ രോഗിക്ക്, അതായത് ഈ വിശ്വനാഥൻ്റെ കുടുംബത്തിന് 50,000 രൂപ പ്രതിദിനം അടയ്ക്കേണ്ടി വരും. അത് വെന്റിലേറ്ററിന് മാത്രമായിരിക്കും. മരുന്നിനും റൂമിനും ഒക്കെയുള്ള ചാർജ് അതിന് പുറമെ വരും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇതുപോലെ സമാനമായി നിരവധി ആളുകൾ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കും മിംസിലേക്കും ബേബി മെമ്മോറിയലിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ അവസ്ഥയിൽ അവരെന്ത് ചെയ്യാൻ സാധിക്കും? അവർക്കൊന്നും കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലേക്ക് വരാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ വിശ്വനാഥൻ്റെ കാര്യം പോലും എടുത്താൽ ബീച്ച് ആശുപത്രിയിൽ വെന്റിലേറ്റർ സൗകര്യം ലഭ്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് അവർ കൊണ്ടുവരിക സാധ്യമല്ല. പിന്നെ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്റർ ഉടൻ സ്ഥാപിച്ച് അങ്ങോട്ട് മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ അതുവരെയുള്ള ചികിത്സ എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു സംവിധാനം ആവശ്യമാണ്. അതോടൊപ്പം ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ, ഈ കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലേക്ക് നിരവധി ആംബുലൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് 2 തരത്തിലാണ്. മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ആക്സിഡൻറ്റ് കേസുകൾ ഇങ്ങോട്ട് വരുന്നു. ഇവിടെ സാധാരണ വരാറുള്ള കേസുകൾ വരുന്നു. അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രികൾ പോലുള്ള സംവിധാനങ്ങളിൽ നിന്ന് റെഫർ ചെയ്യാറുള്ളത് മെഡിക്കൽ കോളേജിലേക്കാണ്. അങ്ങനെ റെഫർ ചെയ്യുന്ന കേസുകൾ പോലും കാഷ്വാലിറ്റിയിലേക്ക് എത്തേണ്ടി വരുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഈ നിർത്തിയിട്ടിരിക്കുന്ന ആംബുലൻസ് ഉൾപ്പെടെ മറ്റ് ആംബുലൻസുകളൊക്കെ ധാരാളമായി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ബീച്ച് ജനറൽ ആശുപത്രിയിൽ ഇത്രയും ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള, ഇത്രയും ആളുകൾക്ക് ചികിത്സ നൽകാനുള്ള സംവിധാനമില്ല. തൽക്കാലം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരെ ഇങ്ങോട്ട് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഡോക്ടർമാർ മാത്രം പോരല്ലോ, ബെഡ് ഉൾപ്പെടെ വെന്റിലേറ്റർ സംവിധാനം ഉൾപ്പെടെ ഇവർക്കുള്ള ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്കൊന്നും മാറ്റാനുള്ള സൗകര്യങ്ങൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലില്ല. അപ്പോൾ ബീച്ച് ആശുപത്രിയിൽ സൗകര്യവുമില്ല, സ്വകാര്യ ആശുപത്രിയിൽ പണം കൊടുക്കാനുമില്ലാത്ത അവസ്ഥയാണ് സാധാരണക്കാരായ രോഗികൾക്ക്. അതാണ് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരോ മെഡിക്കൽ കോളേജ് അധികൃതരോ ഒരു തീരുമാനം ഉടൻ പറയണം. അല്ലെങ്കിൽ വിശ്വനാഥനെ പോലെയുള്ള രോഗികളെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണ്. സർക്കാർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മരിച്ചുപോയ 5 പേരിൽ ഒരാളുടെ കാര്യം നമുക്ക് വിട്ടേക്കാം. അവർ മരിച്ചാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള 4 പേർ ഏകദേശം 7:30-ക്കും 8 മണിക്കും ഇടയിലാണ് മരിച്ചിരിക്കുന്നത്. വിഷപ്പുകയേറ്റ് മരിക്കാവുന്ന സാഹചര്യത്തിൽ ആ സ്ഥലത്ത് തന്നെയായിരുന്നു അവരുണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണോ അവരുടെ മരണം സംഭവിച്ചത് എന്നുള്ളത് പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ 3 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി AK അഭിലാഷ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വിഷയത്തിൽ ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും അതിലും ബന്ധുക്കൾക്ക് ആശങ്കയുണ്ട്, പരാതിയുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ഈ പുകയേറ്റാണ് ഇവർ മരിക്കാനിടയായതെങ്കിൽ തീർച്ചയായിട്ടും നഷ്ടപരിഹാരമടക്കം കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരുമാണ്.